ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാം പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കറണ്ട് അഫയേഴ്സ് സീരീസിലെ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കണ്ട. അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് മാത്രമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വാങ്ങാം. അതുപോലെ തന്നെ അടുത്ത തവണത്തേക്ക് അഡ്മിഷൻ നമുക്ക് ആ ഒരു ഫെബ്രുവരിയിലെ എക്സാം കഴിഞ്ഞ് 1 വീക്കിനുള്ളിൽ തന്നെ നമ്മൾ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് തുടക്കം തൊട്ടേ നല്ല വൃത്തിയായിട്ട് പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി വെറുതെ പണ്ടത്തെ കുറേ നോട്ടുകളും ഇതുമൊക്കെ തന്ന് നമ്മൾ നിർത്തുകയല്ല ചെയ്യുന്നത്. വളരെ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും, അവസാനം വരെ ഉണ്ടാകും. നമ്മൾ ഇഷ്ടംപോലെ ലൈവ് സെക്ഷനൊക്കെ ഇട്ട് നിങ്ങൾ അറിയാതെ തന്നെ പഠിച്ചു പോകുന്ന ഒരു രീതിയാണ് നമ്മുടേത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ചെറിയൊരു ഫീസിൽ ഏറ്റവും മികച്ച രീതിയിൽ പേപ്പർ 1-നും അതുപോലെ തന്നെ പേപ്പർ 2 കൊമേഴ്സിനും പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും മികച്ച ഒരു സ്ഥലം തന്നെയാണ് ഹൈംസ് അക്കാഡമി എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങളുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഫസ്റ്റ് വൺ, ചരൈദ്യോ മൊയ്താം ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സിറ്റി എന്നുള്ളതാണ്. ചരൈദ്യോ മൊയ്താം എന്ന് പറയുന്നത് ബറിയൽ സൈറ്റ് ഓഫ് ആഹോം കിങ്ഡം. ആഹോം കിങ്ഡത്തിൻ്റെ ബറിയൽ സൈറ്റാണ്, പക്ഷേ ശവകുടീരങ്ങളാണ്. ഇത് ആസാമിലാണ്. ഇതിപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലെങ്കിൽ ന്യൂസിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ഓഫ് ഇന്ത്യയുടെ 43ാമത്തെ സൈറ്റിൽ ഇടം നേടിയിരിക്കുന്നതാണ് ഈ പറയുന്ന ചരൈദ്യോ മൊയ്താം ഇൻ ആസാം. എന്നാൽ ഇന്ത്യയിൽ ഇതിന് മുന്നേ ഉള്ള 2 ഉണ്ട്. അതായത് 42nd ഹൊയ്സാല ടെമ്പിൾ കർണാടക, 41st ശാന്തിനികേതൻ വെസ്റ്റ് ബംഗാൾ. ഇത് 2 ഇതിന് മുന്നേ കിടക്കുന്ന 2 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് യുനെസ്കോ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ യുനെസ്കോയുടെ ഇത് പ്രകാരം ഇൻഡെക്സ് പ്രകാരം 2 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് മുന്നേ ഉണ്ട്. അത് ഹൊയ്സാല ടെമ്പിൾ കർണാടകയും 41st ശാന്തിനികേതൻ വെസ്റ്റ് ബംഗാളുമാണ്. ഇപ്പോൾ 43rd വന്നിരിക്കുന്നതാണ് ഈ ചരൈദ്യോ മൊയ്താം എന്ന് പറയുന്ന ബറിയൽ സൈറ്റ്സ് ഓഫ് ആഹോം കിങ്ഡം. അത് ആസാമിലാണ് എന്ന് ഓർത്തു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024? ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എയർപോർട്ട് അസോസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റയെ ബേസ് ചെയ്തിട്ടുള്ള റാങ്കിംഗ് ആണ്. ഓരോ രാജ്യത്തിൻ്റെയും അവരുടെ പാസ്പോർട്ടിനെ സംബന്ധിക്കുന്ന റാങ്കിംഗ് ആണ് ശരിക്കും ഈ പറയുന്ന ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് 2024 റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ റാങ്കാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ റാങ്ക് 82ാമത്തെ റാങ്കാണ്. 82ാമത്തെ റാങ്കാണ് ഇന്ത്യക്ക്. ഇത് ഇന്ത്യക്ക് ഈ വിസ കൂടാതെ 58 രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ പാസ്പോർട്ട് എന്ന് പറയുന്നത് സിംഗപ്പൂറാണ്. 1. 2ാമത്തെ ലെവലിൽ നിൽക്കുന്നത് ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്പെയിൻ, ജപ്പാൻ. അപ്പോൾ അത് പുറത്തിറക്കുന്ന ആരാണ്, അല്ലെങ്കിൽ പുറത്തിറക്കുന്നല്ല, ഈ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനാണ് ഈ ഒരു ഇൻഡെക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് രാജ്യങ്ങളെ റാങ്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 82. ഏറ്റവും മോസ്റ്റ് പവർഫുൾ പാസ്പോർട്ട് എന്നുള്ളത് സിംഗപ്പൂരാണ് നിർത്തുക. തേർഡ് വൺ, വിച്ച് കൺട്രി ഹോസ്റ്റഡ് 2024 SCO സബ്മിറ്റ്? SCO സബ്മിറ്റ് 2004 ഹോസ്റ്റ് ചെയ്ത രാജ്യം കസാക്കിസ്ഥാനാണ്. നമുക്കിതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നോക്കാം. SCO എന്ന് പറഞ്ഞാൽ ഷാങ്ഹൈ കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നാണ്. അതിൻ്റെ അബ്രിവേഷൻ ഓർത്ത് വെക്കുക. ഷാങ്ഹൈ കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് അതിൻ്റെ അബ്രിവേഷൻ. ദെൻ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബെയ്ജിംഗ് ആണ്. ചൈനയിലെ ബെയ്ജിങ്ങിലാണ് SCOൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതിൽ 10 മെമ്പേഴ്സാണുള്ളത്. ചൈന, ഇന്ത്യ, കസാക്കിസ്ഥാൻ, ദെൻ കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, റഷ്യ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇറാൻ. അതുപോലെ തന്നെ 10ാമത്തെ മെമ്പറായിട്ട് വന്നാണ് ബെലാറസ്. ഇങ്ങനെ 10 രാജ്യങ്ങളാണ് ഇതിൻ്റെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. 1996 ഫോം ചെയ്യുമ്പോൾ ഷാങ്ഹൈ 5 ഗ്രൂപ്പ് എന്ന പേരിൽ ചൈനയും കസാക്കിസ്ഥാനും കിർഗിസ്ഥാനും റഷ്യയും തജിക്കിസ്ഥാനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 2001 അതിന് ഉസ്ബെക്കിസ്ഥാൻ അതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടു. ആ സമയത്താണ് ഇത് SCO ആയിട്ട് മാറുന്നത്, ഷാങ്ഹൈ കോപ്പറേഷൻ ഓർഗനൈസേഷനായിട്ട് മാറുന്നത്. ഇനി 2017 ഇന്ത്യയും പാകിസ്ഥാനും ഇതിൻ്റെ മെമ്പേഴ്സായിട്ട് മാറുന്നതെന്നും കൂടെ ഓർത്തു വെക്കാം. നെക്സ്റ്റ് വൺ, ഹു ഹാസ് വൺ മെൻസ് സിംഗിൾ ടൈറ്റിൽ അറ്റ് 2024 വിംബിൾഡൺ ടൈറ്റിൽ? മെൻസിൻ്റെ 2024 വിംബിൾഡൺ ടൈറ്റിൽ മെൻസ് സിംഗിൾ ടൈറ്റിൽ കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? കാർലോസ് അൽക്കാരസ്. കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. മെൻസ് സിംഗിൾ ടൈറ്റിൽ ഇൻ 2024 വിംബിൾഡണിൽ അതിൻ്റെ ടൈറ്റിൽ നേടിയിരിക്കുന്ന ആരാണ്? കാർലോസ്. ദെൻ അടുത്തൊരു ക്വസ്റ്റിനോട് കൃത്യമായിട്ട് അതിനോട് കണക്ട് ചെയ്ത് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ വുമൺ സിംഗിൾ ടൈറ്റിൽ കിട്ടിയിരിക്കുന്ന ആർക്കാണ്? അത് ബർബോറയാണ്. ബർബോറ. കൃത്യമായിട്ട് ഓർക്കാം. കാർലോസും ബർബോറയും. മെൻ സിംഗിൾ ടൈറ്റിൽ കാർലോസ്, വുമൺ സിംഗിൾ ടൈറ്റിൽ ബർബോറ. ഇത് 2 പേരും മറക്കാതെ ഓർക്കാം. നെക്സ്റ്റ് വൺ, ഹു ടുക്ക് ഓത്ത് ആസ് ന്യൂ UPSC ചെയർമാൻ? UPSC ചെയർമാനായിട്ട് പുതിയതായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ പ്രീതി സുധൻ. ഓക്കെ, ഇവിടെ ഓർത്ത് വെക്കുക. എന്താണ് UPSC എന്ന് പറയുന്നത്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ദെൻ ഇതിൻ്റെ കവർ ചെയ്യുന്ന ആർട്ടിക്കിൾ നമുക്ക് ഇങ്ങനെ പഠിക്കുമ്പോൾ ആർട്ടിക്കിളിൻ്റെ കൂടുതൽ പഠിച്ചു പോകുന്നത് നല്ലതാണ്. കാരണം പിന്നീട് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കിത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
ഓക്കെ, ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 315 to 323 ആണ്. പാർട്ട് 14 വരുന്നത്. UPSC ചെയർമാൻ മറ്റു മെമ്പേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്ത് ഇപ്പോഴും ആരാണ്? പ്രസിഡൻ്റാണ്. UPSC ചെയർമാനും അതിൻ്റെ UPSCയുടെ മറ്റു മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് എപ്പോഴും പ്രസിഡൻ്റ് ആയിരിക്കും. UPSC ചെയർമാൻ്റെ ആ ഒരു ടേം എന്ന് പറയുന്നത് 6 years അല്ലെങ്കിൽ 65 years. ഇതിലേതാണോ ആദ്യം അങ്ങനെ ആ ഒരു പീരീഡാണ് അവർക്കുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. പുതിയ UPSC ചെയർമാൻ ആരാണ്? പ്രീതി സുധനാണ്. ആർട്ടിക്കിൾ 315 to 323 ഈ UPSC ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് സ്റ്റേറ്റ് ടോപ്ഡ് ഇൻ PM സ്വാനിധി സ്കീം as ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്? മധ്യപ്രദേശാണ്. എന്താണ് ഈ PM സ്വാനിധി സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അർബൻ സ്ട്രീറ്റ് വെൻഡേഴ്സിന് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊളാറ്ററൽ ഫ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകിച്ച് സെക്യൂരിറ്റീസ് ഒന്നും കൂടാതെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ്. അപ്പം അങ്ങനെ അർബൻ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് കൊളാറ്ററൽ ഫ്രീ ലോൺസ് കൊടുക്കുന്ന ഒരു സ്കീമാണ് ഈ പറയുന്ന PM സ്വാനിധി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് ഏതാണ്? മധ്യപ്രദേശ്. MP ആണെന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമുക്കറിയാം, ഒളിമ്പിക്സുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വളരെ കുറേയധികം ആളുകളെ കാണാനുണ്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് മൂന്ന് നമ്മൾ ഓർത്ത് വെക്കാം. മനു ഭാക്കർ ആരെ നമ്മൾ കൃത്യമായിട്ട് ന്യൂസിലൊക്കെ കണ്ടതാണ്. മനു ഭാക്കർ എന്ന് പറയുന്ന ആരാണ്? നമുക്ക് പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിങ്ങിൽ സ്ത്രീകളുടെ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയതാണ് മനു ഭാക്കർ. ഓർത്തു വെക്കാം, പാരീസ് ഒളിമ്പിക്സ് 2024 പിസ്റ്റൾ ഷൂട്ടിംഗ് 100 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിങ്ങിൽ ഏതാണ് കിട്ടിയിരിക്കുന്നത്? മനു ഭാക്കറിന് കിട്ടിയിരിക്കുന്നത് വെങ്കലം. ഇന്ത്യൻ ഷൂട്ടറാണ് മനു ഭാക്കർ. ഹരിയാന എന്നുള്ളതാണ്. ബ്രോൺസ് മെഡലാണ് കിട്ടിയിരിക്കുന്നത്. ഇവൻ്റ് ഏതാണ്? വുമൺസ് 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിംഗ്. മറിച്ചും ചോദിക്കാം. ഏത് ഇവൻ്റ് ആണെന്നുള്ളതും ഏത് ആർക്കാണെന്നുള്ളതും ഏത് മെഡലാണെന്നുള്ളതും പല പ്രാവശ്യം മാറി ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഓർക്കാം, മനു ഭാക്കർ ഇന്ത്യൻ ഷൂട്ടറാണ്. വുമൺസ് 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിങ്ങിൽ ബ്രോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ്, മനു ഭാക്കർ ആൻഡ് സരാബ്ജോത് സിംഗ് വൺ വിച്ച് മെഡൽ അറ്റ് പാരീസ് ഒളിമ്പിക്സ് 2024? മിക്സഡ് ആയിരുന്നു. അതായത് ഈ പറയുന്ന 10 മീറ്റർ എയർ പിസ്റ്റൾ തന്നെ മിക്സഡ് ടീം ഇവൻറ്റിൽ ഇവർക്ക് മെഡൽ കിട്ടി. ആ മെഡലും സെയിം ആണ്, ബ്രോൺസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇന്ത്യൻ ഷൂട്ടേഴ്സാണ്. മനു ഭാക്കർ സ്ത്രീയും അതുകൊണ്ട് സരാബ്ജോത് സിംഗ് എന്ന് പറഞ്ഞ മെയിൽ വിഭാഗത്തിലുള്ളതാണ്. അപ്പോൾ ഈ മിക്സഡ് വിഭാഗത്തിലും ഇവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ബ്രോൺസ് കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയാണ്? മനു ഭാക്കറും സരാബ്ജോത് സിംഗും. Next one, who chaired the 9th Governing Council meeting of നീതി ആയോഗ്? നീതി ആയോഗിൻ്റെ 9ാമത്തെ കൗൺസിൽ മീറ്റിംഗിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ചത് നമുക്കറിയാം നരേന്ദ്രമോദിയാണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, നമ്മളുടെ നരേന്ദ്രമോദി PM മോദിയാണ് അധ്യക്ഷപദം അലങ്കരിച്ചത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കാം. കാരണം നീതി ആയോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കാം, ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് ഓഫ് നീതി ആയോഗ് നടന്നത് രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെൻറ്റർ ന്യൂഡൽഹിയിലാണ്. 20 സ്റ്റേറ്റ്സിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സും അതുപോലെ തന്നെ 6 യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും അംഗങ്ങൾ പങ്കെടുത്തു. നീതി ആയോഗ് എന്ന് പറയുന്നതിൻ്റെ അബ്രിവേഷൻ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതുവരെ നമുക്കുണ്ടായിരുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. 5 year പ്ലാൻ്റെ പ്ലാനിംഗ് കമ്മീഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നീതി ആയോഗ് ഈ പറയുന്ന BJP ഗവൺമെൻറ് കാലത്ത് വരുന്നത്. എന്നാണ് 2015 ജനുവരി 1 കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. 2015 ഒരു ജനുവരി 1 ഈ പറയുന്ന നീതി ആയോഗ് ഫോം ചെയ്ത് എന്നോർക്കാം. ഏതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ്? പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ട്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഇതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. മിനിസ്റ്റർ ഓഫ് പ്ലാനിങ്ങിൻ്റെ അണ്ടറിലാണ് രാഷ്ട്രപതി ഭവനിലെ നീതി ആയോഗ് വരുന്നത്. ദെൻ ഇതിൻ്റെ CEO എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യമാണ്. ദെൻ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നരേന്ദ്രമോദിയാണ്. ഇപ്പോഴുള്ള വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സുമൻ ബെറിയാണ് വൈസ് ചെയർമാൻ. നമുക്ക് കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ചിരുന്നു അല്ലെങ്കിൽ ഏത് മിനിസ്റ്ററിയുടെ അണ്ടറിലാണെന്നുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. നീതി ആയോഗ് എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് പ്ലാനിങ്ങിൻ്റെ അണ്ടറിലാണ്. ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ഇപ്പോൾ നിലവിൽ അതിൻ്റെ CEO സുബ്രഹ്മണ്യമാണ്. വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. നെക്സ്റ്റ് വൺ, കോട്ടിസ്വാർ സിംഗ് ബിക്കം ദ ഫസ്റ്റ് സുപ്രീം കോർട്ട് ജഡ്ജ് ഫ്രം വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള ആദ്യത്തെ സുപ്രീം കോർട്ട് ജഡ്ജാണ് കോട്ടിസ്വാർ സിംഗ് എന്ന് പറയുന്നത്? മണിപ്പൂരാണ്. മണിപ്പൂരിൽ നിന്നുള്ള ആദ്യത്തെ സുപ്രീം കോർട്ട് ജഡ്ജാണ് കോട്ടിസ്വാർ സിംഗ്. ഇതുകൂടാതെ സുപ്രീം കോർട്ടിലേക്ക് 2 പുതിയ ജഡ്ജസാണ് വരുന്നത്. കോട്ടിസ്വാർ സിംഗും R മഹാദേവനും. ഇവർ 2 പേര്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജ് എന്ന് പറയുന്നത് 34 ആണ്, ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ്
ചീഫ് ജസ്റ്റിസും കൂടെ കൂടിയിട്ട് 34 ജഡ്ജസാണ് വരുന്നത് ഇന്ത്യയിൽ. ദെൻ അതുപോലെ തന്നെ എപ്പോഴും ഓർത്തോണം, ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് എപ്പോഴും അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ദെൻ ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? 124. 124ലാണ് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് കവർ ചെയ്യുന്നത്. നെക്സ്റ്റ്, SDG ഇന്ത്യ ഇൻഡെക്സ് 2023-24 ഹാസ് ബീൻ റിലീസ്ഡ് ബൈ, അത് RBI ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. എന്താണ്? അതായത് UN സെറ്റ് ചെയ്തിരിക്കുന്നതാണ് SDG ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിൽ ഇന്ത്യൻ്റെ പ്രോഗ്രസ് മെഷർ ചെയ്യുകയും അതിനെ ട്രാക്ക് ചെയ്യുകയും ചെയ്തിരിക്കുന്ന RBI ആണ്. ഇതനുസരിച്ച് ഇന്ത്യൻ്റെ ഓവറോൾ പ്രോഗ്രസ് എന്ന് പറയുന്നത് 2023-24 71% അല്ലെങ്കിൽ 71 അതിൻ്റെ ഓവറോൾ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനായിട്ട് എടുത്ത് നോക്കുമ്പോൾ. പക്ഷേ അതിൽ സ്റ്റേറ്റ് വൈസ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളയും ഉത്തരാഖണ്ഡുമാണ്. ദെൻ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള പെർഫോമർ എന്ന് പറഞ്ഞാൽ ബീഹാറാണ്. നമുക്കറിയാം ഏറ്റവും ദാരിദ്ര്യമുള്ള ഒരു സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതും ബീഹാറാണ്. അപ്പോൾ വേഴ്സ് പെർഫോമർ എന്ന് പറഞ്ഞാൽ ബീഹാറാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കും. നെക്സ്റ്റ് വൺ, ഇന്ത്യാസ് എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് റേറ്റ് റോസ് ടു %% ഇൻ ഫിനാൻഷ്യൽ ഇയർ 2024. 2024 എത്തുമ്പോൾ 6% ഗ്രോത്താണ് ഇന്ത്യൻ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് റേറ്റിൽ നമ്മൾ കാണിക്കുന്നത്. ഇതും RBIയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ്. ഇന്ത്യയുടെ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് റേറ്റ് 6% ആയിട്ട് കൂടിയിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇയർ 2024. 3.2% മാത്രമായിരുന്നു 2024 ഉണ്ടായിരുന്നത്. 46.7 മില്യൺ ജോബ്സ് ആയിരുന്നു ഫിനാൻഷ്യൽ ഇയർ 2024 മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ഇന്ത്യ ബൈ മാർച്ച് 2024 എന്ന് പറഞ്ഞാൽ 643.3 മില്യൺ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് കൺട്രി ഹോസ്റ്റഡ് 2024 നാറ്റോ സബ്മിറ്റ് 2024 ഹോസ്റ്റ് ചെയ്ത രാജ്യം USA ആണ്. നമുക്കറിയാം എവിടെ നടന്നത്? USA വാഷിംഗ്ടൺ DC വെച്ചിട്ടായിരുന്നു. നാറ്റോൻ്റെ അബ്രിവിയേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മിലിറ്ററി അലയൻസ് ആണ് നാറ്റോ എന്ന് പറയുന്നത്. 1949 ഫോം ചെയ്തു. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബെൽജിയത്തിൽ ബ്രസൽസിലാണ്. 32 രാജ്യങ്ങൾ അതിൻ്റെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഏതാണെന്ന് വെച്ചാൽ സ്വീഡനും ഫിൻലാൻഡുമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ്. ദെൻ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ എന്ന് പറയുന്ന അബ്രിവിയേഷൻ വേൾഡ്സ് ലാർജസ്റ്റ് മിലിറ്ററി അലയൻസ് ആണെന്ന് ഓർത്തു വെക്കാം. ഇത്തവണ അതിൻ്റെ 2024 നാറ്റോ സബ്മിറ്റ് ഹോസ്റ്റ് ചെയ്ത എവിടെയാണ്? USA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സസൈസ് സ്റ്റെഡ്ഫാസ്റ്റ് ഡിഫൻഡർ 2024 ഹാസ് ബീൻ കണ്ടക്ടഡ് ബൈ. അത് കൃത്യമായിട്ട് ഓർക്കുക, കാരണം ഇങ്ങനെയുള്ള മിലിറ്ററി എക്സസൈസുകൾ എപ്പോഴും നമ്മുടെ ക്വസ്റ്റൻസിൽ കാണാം. ഒരു തുടർച്ചയായിട്ടുള്ള രീതിയിൽ അത് ചോദിക്കാറുണ്ട്. പുറത്തു വെക്കാം. സ്റ്റെഡ്ഫാസ്റ്റ് ഡിഫൻഡർ 2024 എക്സസൈസ് കണ്ടക്ട് ചെയ്തത് നാറ്റോ ആണ്. സ്റ്റെഡ്ഫാസ്റ്റ് ഡിഫൻഡർ എന്ന് പറയുന്നത് നാറ്റോസ് ലാർജസ്റ്റ് മിലിറ്ററി എക്സസൈസ് ആണ് ഈ സ്റ്റെഡ്ഫാസ്റ്റ് ഡിഫൻഡർ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്ത് നോക്കാം. നാറ്റോൻ്റെ ഏറ്റവും വലിയ ലാർജസ്റ്റ് മിലിറ്ററി എക്സസൈസ് ആണ് സ്റ്റെഡ്ഫാസ്റ്റ് ഡിഫൻഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യാസ് ഇൻഡിജിനസ് ലൈറ്റ് ടാങ്ക് സൊറാവാർ ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ. ഇന്ത്യ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ലൈറ്റ് ടാങ്കാണ് സൊറാവാർ. അത് ഡെവലപ്പ് ചെയ്തത് DRDOയും LNTയും കൂടെ ചേർന്നിട്ടാണ് ഇന്ത്യയുടെ സ്വന്തം ടാങ്കർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് സൊറാവാർ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, മസൗദ് പസഖ്യാൻ ബിക്കം പ്രസിഡന്റ് ഓഫ് വിച്ച് കൺട്രി? ഇറാൻ്റേതാണ് മസൗദ്. ന്യൂ അപ്പോയിൻമെൻറ്റുകൾ അല്ലെങ്കിൽ പുതിയ പ്രസിഡന്റ്, ഇതൊക്കെ നമ്മുടെ ക്വസ്റ്റൻസിൽ പലപ്പോഴും മാറി ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മസൗദ് എന്ന് പറഞ്ഞ് ഓർത്ത് വെക്കുക, ഇറാൻ്റെ പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നതാണ്. മസൗദ് ഇറാൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹേമന്ത് സോൺ ഇൻ ആസ് ചീഫ് മിനിസ്റ്റർ ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്ററായിട്ടാണ് ഹേമന്ത് സോറൻ അധികാരത്തിലെത്തിയിരിക്കുന്നത്? അത് ജാർഖണ്ഡ്. ഓക്കെ, ഇനി ഇവിടെ തന്നെ നമുക്ക് 2 കാര്യങ്ങൾ ഓർത്ത് നോക്കുന്നതാണ്. ആർട്ടിക്കിൾ 163, 164 അതൊക്കെ ചീഫ് മിനിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ അപ്പോയിൻമെൻറ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണറുള്ള അഡ്വൈസുകളും ഒക്കെ ആണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് നോക്കാം. 163, 164 ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? ചീഫ് മിനിസ്റ്റേഴ്സ്. 163, 164 ചീഫ് മിനിസ്റ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഹേമന്ത് സോറൻ ഏതാണ്? ജാർഖണ്ഡ്. നെക്സ്റ്റ്, കെയർ സ്റ്റാർമർ ബിക്കം ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് വിച്ച് കൺട്രി? ഇത് കൃത്യമായിട്ട് ഓർത്തു വെക്കാം, കാരണം ഇന്ത്യക്കാരനായ ഋഷി സുനക് UK പ്രസിഡന്റ് ആയത് വലിയ ന്യൂസ് ആയിരുന്നു അല്ലേ. ഫസ്റ്റ് ഇന്ത്യൻ ഒറിജിൻ PM ആണ്, UK ആദ്യത്തെ ഇന്ത്യൻ ഒറിജിൻ PM ആണ് ഋഷി സുനക് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ലേബർ പാർട്ടി നേതാവായിട്ടുള്ള കെയർ സ്റ്റാർമർ പ്രസിഡന്റ് ആയിരിക്കുന്നത്. കൃത്യമായിട്ട് ഓർത്തു വെക്കാം, കെയർ സ്റ്റാർമർ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് ആരല്ല? ഋഷി സുനക് അല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വെക്കാം.
നെക്സ്റ്റ് വൺ ഷീൽ നാഗു അപ്പോയിന്റഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ടാഷ്. പഞ്ചാബ് ആൻഡ് ഹരിയാനയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് ഷീൽ നാഗു അപ്പോയിന്റ് ചെയ്യപ്പെട്ടുള്ളത്. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർത്തു വെക്കാം. എന്താണ് ഹൈക്കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ, പവർ, ജൂറിസ്ഡിക്കേഷൻ ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് ആർട്ടിക്കിൾ 214 മുതൽ 231 വരെയാണ്. ആർട്ടിക്കിൾ 214 കൃത്യമായിട്ട് ഓരോ സ്റ്റേറ്റിനും ഹൈക്കോർട്ട് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ടെന്യൂർ ഓഫ് ജഡ്ജ് എന്ന് പറയുന്നത് 62 വയസ്സ് വരെയാണ്. അതിനുശേഷം അത് അവർക്ക് പീരീഡ് ഇല്ല, 62 വയസ്സ് വരെയാണ്. ദെൻ അറ്റ് പ്രസന്റ് നമുക്ക് 25 ഹൈക്കോർട്ടുകളാണുള്ളത്. കൽക്കട്ട, ബോംബെ, മദ്രാസ്. ഓർക്കുന്നുണ്ടോ? ഇവരെ ഏതാണ് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഹൈക്കോർട്ടുകൾ ഏതാണെന്ന് ചോദിച്ചാൽ കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ് ആണ്. 1862 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്നാണ് 1862. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് സോളാർ മിഷൻ? ഇന്ത്യയുടെ ഫസ്റ്റ് സോളാർ മിഷന്റെ പേര് അത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കേസാണ്. ആദ്യത്തെ L1 ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ പിന്നെ ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഹാലോ ഓർബിറ്റ് അറൌണ്ട് L1 പോയിന്റിന് ചുറ്റുമുള്ള അതിൻ്റെ ഫസ്റ്റ് ഹാലോ ഓർബിറ്റ് ഇത് പൂർത്തിയാക്കിയത് 2 ജൂലൈയിലാണ്. നമ്മുടെ ഈ 2024 2 ജൂലൈയിലാണ്. 178 ദിവസം എടുത്ത് അതിൻ്റെ ഫസ്റ്റ് ഹാലോ ഓർബിറ്റ് അറൌണ്ട് L1 പോയിന്റ് അത് കംപ്ലീറ്റ് ചെയ്തത് 2 ജൂലൈയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. PSLV Z57 ആയിരുന്നു എന്ന് നമുക്കറിയാം. അതിൻ്റെ മിഷൻ ആദ്യത്തെ L1 മിഷൻ ആയിരുന്നു. ഇന്ത്യയുടെ ഫസ്റ്റ് സോളാർ മിഷനാണ്. ഇന്ത്യ ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ടു സ്റ്റഡി സോളാർ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാനായിട്ടാണ്. ഡിസൈൻ ചെയ്തതും ഡെവലപ്പ് ചെയ്തതും ISRO ആണ്. ലോഞ്ച് ചെയ്ത ഡേറ്റ് 2 സെപ്റ്റംബർ 2023 ബഡ്ജറ്റ് എന്ന് പറയുന്നത് 400 crores ആയിരുന്നു. നെക്സ്റ്റ് വൺ, വിച്ച് കൺട്രി ഹോസ്റ്റഡ് 46 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി സെക്ഷൻ? 46ാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി സെക്ഷൻ ഹോസ്റ്റ് ചെയ്തത് ഇന്ത്യയാണ്. നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ചരൈദോ മെയ്താം എന്ന് പറയുന്നത് ആസാമിൽ. അത് നമ്മളുടെ 43ാമത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന്. അപ്പോൾ അതിൻ്റെ ആ ഒരു വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി സെക്ഷൻ നടന്ന എവിടെയാണ്? ഇന്ത്യ വെച്ചിട്ടാണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഭാരത് മണ്ഡപം, ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ് നടന്നത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയിൽ 21 മെമ്പേഴ്സാണുള്ളത്. ഓക്കെ. നെക്സ്റ്റ്, ഇന്ത്യ കണ്ടക്ടഡ് മൈത്രി എക്സസൈസ് 2024 വിത്ത് വിച്ച് കൺട്രി? ഏത് രാജ്യമായിട്ട് ചേർന്നിട്ടാണ്? തായ്ലൻഡ്. അതായത് മൈത്രി എക്സസൈസ് എന്ന് പറയുന്നത് ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യൻ ആർമി ആൻഡ് റോയൽ തായ് ആർമി. ഇന്ത്യയും റോയൽ ആർമിയും തമ്മിൽ നല്ല കൂട്ടാണെന്ന് ഓർക്കാം. നല്ല മൈത്രിയാണ്. സോ അവരുടെ എക്സസൈസിന്റെ പേരെന്താണ്? മൈത്രി എക്സസൈസ്. ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യൻ ആർമി ആൻഡ് റോയൽ തായ് ആർമി അല്ലെങ്കിൽ തായ്ലാൻഡ്. ഏതാണ്? മൈത്രി എക്സസൈസ്.